ട്രെയിനിൽ യുവാവിനെ കടിച്ചത് പാമ്പ് തന്നെയെന്ന് സ്ഥിരീകരണം. യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. മധുര ഗുരുവായൂർ എക്സ്പ്രസിൽ കോട്ടയം ഏറ്റുമാനൂരിൽ വെച്ചാണ് മധുര സ്വദേശിയായ യുവാവിന് കടിയേറ്റത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, നടക്കുന്നൊരു വാർത്തയാണ്, എന്താണ് സംഭവിച്ചത്? നേരത്തെ റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം ഒരു സംശയമെന്നുള്ള നിലയിൽ എലിയാവാം എന്നൊക്കെയായിരുന്നു. ഇപ്പോഴത് പാമ്പ് തന്നെ എന്ന് സ്ഥിരീകരിക്കുന്നത് എങ്ങനെ? വിശദാംശങ്ങൾ എങ്ങനെയാണ് ടോബി? തീർച്ചയായിട്ടും റെയിൽവേ നൽകിയ ഒരു വിശദീകരണം എലിയാകാനുള്ള സാധ്യതയാണ്, അല്ലാതെ പാമ്പ് കയറാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം കടിച്ചത് പാമ്പ് തന്നെയാണ്. ഈ മധുര സ്വദേശിയായ യുവാവിന്റെ കാലിൽ കടിച്ചത് പാമ്പ് തന്നെയാണെന്നുള്ളൊരു വിവരമാണ്. എന്തായാലും ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ. നില തൃപ്തികരമാണ്, ഈ യുവാവിന്റെ നില തൃപ്തികരമാണെന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കടിച്ചത് ഏത് പാമ്പാണ് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. നേരത്തെ തന്നെ യുവാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം കണ്ടില്ല എന്താണ് കടിക്കുന്നതെന്ന്. പക്ഷേ അടുത്തിരുന്ന യാത്രക്കാരി ഒരാൾ പാമ്പ് പോകുന്നത് കണ്ടുവെന്ന് തന്നോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടു, പക്ഷേ റെയിൽവേ അത് സ്ഥിരീകരിച്ചിരുന്നില്ല. എന്തായാലും കോട്ടയത്ത് ട്രെയിൻ എത്തിയപ്പോൾ ആ കമ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാവരെയും മാറ്റി കമ്പാർട്ട്മെന്റിൽ മുഴുവൻ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ പാമ്പിനെ കണ്ടെത്താനായില്ല. തുടർന്ന് ഈ ബോഗി സീൽ ചെയ്തതിന് ശേഷമാണ് ട്രെയിൻ മധുരയിലേക്ക് യാത്ര തിരിച്ചത്. രാവിലെ 9:30 ഏറ്റുമാനൂർ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. എന്തായാലും എവരെയും നടുക്കിയിരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം. ഒരു ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു, കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. വലിയൊരു ആശങ്ക തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിനിൽ ഉണ്ടായി. അതിനുശേഷം പരിശോധനയിൽ ഈ പാമ്പിനെ കണ്ടെത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് സീൽ ചെയ്തതിന് ശേഷം, അതായത് ഈ ബോഗി പൂർണ്ണമായും ആളുകളെ മാറ്റി അടച്ച് സീൽ ചെയ്തതിന് ശേഷമാണ് ഈ ട്രെയിൻ ഇപ്പോൾ യാത്ര തുടരുന്നത്. ടോബി, ട്രെയിനകത്ത് വെച്ച് പാമ്പ് കടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചോദ്യങ്ങളാണല്ലോ ഉയർത്തുന്നത്. ഇത് പാമ്പ് തന്നെയാണ് കടിച്ചത് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം റെയിൽവേ വിശദീകരിക്കുന്നുണ്ടോ കാര്യങ്ങൾ? ടോബി, ഇല്ല, നിലവിൽ അവർ പ്രതികരണം ഒന്നും നടത്തുന്നില്ല. എങ്ങനെ പാമ്പ് വന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ വളരെ യാത്രക്കാരെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സുരക്ഷിത യാത്ര എന്നുള്ള കാര്യം പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കേൾക്കുന്നത്. എങ്ങനെ ഈ പാമ്പ് ട്രെയിനിനുള്ളിൽ കയറി എന്നതുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ എലിയൊക്കെ കയറുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും എന്നാണ് റെയിൽവേയും പറഞ്ഞിരുന്നത്. പക്ഷെ അതല്ല, പാമ്പ് തന്നെയാണ് കയറിയതെന്ന് ഏകദേശം ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കടിച്ചത് പാമ്പ് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരിക്കുന്ന സീറ്റിന്റെ അടിയിൽ നിന്നുമാണ് കടി ഏറ്റതെന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രത്തോളം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇതിന്റെ ഒരു വിശദീകരണം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.